അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അസുലഭ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈദുൽ ഫിത്തർ സമാഗതമാവുകയാണ്. മുസ്ലിം സമൂഹത്തിന് ആനന്ദിക്കുവാനും ആഘോഷിക്കുവാനുമുള്ള രണ്ട് അവസരങ്ങളാണ് അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്തറും ആവർത്തനോത്സുകമായ രണ്ട് ആഘോഷങ്ങളാണിത്. ആവർത്തിക്കും തോറും മനുഷ്യന് ആനന്ദവും സന്തോഷവും ലഭിക്കുന്ന ആഘോഷങ്ങളാണ് ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും. ഇസ്ലാമിലെ ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റു മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങളിൽ നടക്കുന്ന ആഘോഷങ്ങൾ എന്തെങ്കിലും ഒരു ചരിത്ര സംഭവങ്ങളോട് അനുബന്ധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മതപരമായ ആചാരങ്ങളോടനുബന്ധിച്ചുകൊണ്ടോ നടക്കുന്ന ആഘോഷങ്ങളിൽ ആഭാസവും മദ്യവും അരങ്ങ് തകർക്കുന്ന ആ ആഘോഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മാന്യമായി സമൂഹത്തിലെ സകല അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാമിലെ ആഘോഷം. സാധുക്കളും പാവപ്പെട്ടവരും കഷ്ടപ്പെടുന്നവരുമായ ആളുകൾക്ക് അന്നവും ആഹാരവും ലഭിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇസ്ലാമിലെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത്. ഈദുൽ ഫിത്തറിന് അന്നത്തെ ആഹാരത്തിനുള്ള വക അവർ പാവപ്പെട്ടവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയാണ് സക്കാത്തുൽ ഫിത്തറായി. ഈദുൽ അദ്ഹക്ക് ഉളഹിയത്തിൻ്റെ മാംസം അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് അല്ലേ. ഇങ്ങനെ അവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആബാലവൃദ്ധൻ ജനങ്ങളും ഈദ്ഗാഹിൽ ഒരുമിച്ച് കൂടുകയാണ്. ഏതുവരെ അറയിലിരിക്കുന്ന സ്ത്രീകൾ വരെ, യുവതികളായ സ്ത്രീകൾ വരെ ഈദ്ഗാഹിലേക്ക് പുറപ്പെടണം. ആർത്തവഗതികളും ഋതുമതികളുമായ അശുദ്ധിയുള്ള സ്ത്രീകൾ വരെ പുറപ്പെടണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ അവർ ഈദ്ഗാഹിൽ പങ്കെടുത്ത് ഈദിൻ്റെ സരോപദേശങ്ങൾ കേട്ട് ആത്മനിർവൃതി അണിഞ്ഞതിന് ശേഷം പരസ്പരം കെട്ടിപ്പുൽകിയും കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, നിങ്ങളിൽ നിന്നും നമ്മളിൽ നിന്നും അള്ളാഹു ഈ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ആഘോഷത്തിൻ്റെ മാനവിക മുഖമാണ് ഇവിടെ കാണുന്നത്. എല്ലാ വിഭാഗം ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷമാണ് ഇസ്ലാം ഇവിടെ കാഴ്ചവെക്കുന്നത് അല്ലേ. അപ്പോൾ പെരുന്നാൾ പരസ്പര സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ സന്ദേശമാണ് നൽകുന്നത്. മുസ്ലിങ്ങൾക്ക് ഇന്ന് പല ഭാഗത്തു നിന്നും
വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ വർഗീയവാദികളും തീവ്രവാദികളും സമാധാനം തകർക്കുന്നവരും എന്നൊക്കെ ആക്ഷേപിക്കുകയാണ്. പല ഭാഗത്തു നിന്നും പല വിധത്തിലുള്ള ആക്ഷേപങ്ങൾ. ഇസ്ലാമിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ സമ്മതിക്കാതെ എല്ലാം വിവാദമാക്കുകയാണ്. ഇസ്ലാമിൻ്റെ ഭക്ഷണം, ഇസ്ലാമിൻ്റെ വസ്ത്രധാരണം എല്ലാം വിവാദമാക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇടപഴകുമ്പോൾ നമ്മൾ ഇസ്ലാമിൻ്റെ സ്നേഹവും സൗഹൃദവുമാണ് സമൂഹത്തിൽ കാണിച്ചു കൊടുക്കേണ്ടത്. എന്നാൽ അതിൽ ആകൃഷ്ടരായി സമൂഹം അത് അംഗീകരിക്കുവാൻ തയ്യാറാവും. നമുക്കുള്ള ആരോപണങ്ങൾ, നമുക്കെതിരെയുള്ള ആരോപണങ്ങൾ, വിമർശനങ്ങൾ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇസ്ലാം എന്നൊക്കെ ചർച്ചയായിട്ടുണ്ടോ ആ കാലത്തൊക്കെ ഇസ്ലാം കൂടുതൽ പ്രചരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇസ്ലാമിൻ്റെ ആഘോഷമെന്ന് പറഞ്ഞാൽ അതിന് മാനവിക മുഖമാണുള്ളത്. അതുപോലെ തന്നെ ബന്ധങ്ങളുടെ ഊഷ്മളതയാണ് ഇസ്ലാമിൻ്റെ ആഘോഷത്തിന് നൽകാനുള്ള വലിയൊരു സന്ദേശം. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം, സുഹൃബന്ധം ചേർക്കണം, ആൽബർക്ക ബന്ധം, എല്ലാ ബന്ധങ്ങളും ചേർക്കണം. അതിന് പറ്റിയ ഒരവസരമാണ് ഈദ് എന്നുള്ളത്. ഈദിന് പോകുന്നത് ഒരു വഴിക്കും വരുന്നത് വേറൊരു വഴിക്കുമാണ്. അതിൻ്റെ കാരണം ആ ഭാഗത്തുള്ള എല്ലാ ആളുകളുമായി സൗഹൃദം പുതുക്കുവാൻ സാധിക്കുമെന്നാണ്. ഈദ് കഴിഞ്ഞതിന് ശേഷം വിശ്വാസികൾ പോകുന്നത് അവരുടെ ബന്ധുക്കളുടെ വീട്ടുകളിലേക്കും പ്രയാസപ്പെടുന്നവരുടെ വീടുകളിലേക്കും രോഗമായി ഈദ് ആഘോഷിക്കാൻ കഴിയാത്ത ആളുടെ വീടുകളിലും ഒക്കെ സന്ദർശിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങളും സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹു ബൈന അഖവൈക്കും. വിശ്വാസികൾ സഹോദരന്മാരെ പോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ അവർക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം, യോജിപ്പുണ്ടാക്കണം എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ബന്ധങ്ങൾ ചേർക്കണം. ബന്ധങ്ങൾ ചേർക്കുന്ന ആൾക്ക് അള്ളാഹു അവൻ്റെ ആയുസ് നീട്ടിക്കൊടുക്കുകയാണ്. അവൻ്റെ ഭക്ഷണത്തിൽ അള്ളാഹു വിശാലത നൽകുകയാണ്. അപ്പോൾ ബന്ധങ്ങൾ ചേർക്കുന്ന ആൾ സമൂഹത്തിൽ നിലനിൽക്കണം എന്നാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു വലിയ സന്ദേശം അള്ളാഹുവിൻ്റെ ആധിപത്യം അംഗീകരിക്കുന്നതിന് സൂചനയാണ് ഈ ഈദ് നൽകുന്നത്. നമ്മൾ അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് മഹാൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ പുകഴ്ത്തുകയും അള്ളാഹുവിനെ വാഴ്ത്തുകയും അള്ളാഹുവിനെ ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയുമാണ് നമ്മൾ ചെയ്യുന്നത്. അള്ളാഹു അല്ലാത്തതെല്ലാം എനിക്ക് 2ഉം 3ഉം സ്ഥാനത്തേ ഉള്ളൂ എന്നുള്ള പ്രഖ്യാപനമാണ് അള്ളാഹു അക്ബറിലൂടെ മുസ്ലിം ലോകം കാഴ്ചവെക്കുന്നത്. ഈ തക്ബീർ ധ്വനികളാണ് കിസ്റായുടെയും കൈസറിൻ്റെയും കൊട്ടാരങ്ങളെ പിടിച്ചു കുലുക്കിയ മുദ്രാവാക്യം, വിപ്ലവങ്ങളുണ്ടാക്കിയ മുദ്രാവാക്യം, അല്ലേ? ഈ പറയുന്ന വാക്കുകൾ അള്ളാഹു ആണ് മഹാൻ എന്നുള്ളത് നാം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം. അള്ളാഹു അല്ലാത്തതെല്ലാം എല്ലാം എനിക്ക് ചെറുതാണ് എന്ന് മനുഷ്യ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിയണം, അല്ലേ? അത് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയ ലക്ഷ്യം പറയുന്നുണ്ട്. സൂറത്ത് ബഖറയിലെ 184 വചനത്തിൽ വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. നോമ്പിലൂടെ നാം ലക്ഷ്യം വെക്കുന്നത് നിങ്ങൾ അള്ളാഹു നിശ്ചയിച്ച എണ്ണം നോമ്പ് വ്രതം പൂർത്തിയാക്കണം, അള്ളാഹുവിനെ നിങ്ങൾ വാഴ്ത്തണം, ഈ മാർഗത്തിൽ നിങ്ങൾ ആക്കിയതിന് അതേമാതിരി നിങ്ങൾ നന്ദി ചെയ്യണം എന്നാണ്, അല്ലേ? അപ്പം വിശ്വാസി പ്രശ്നങ്ങളിൽപ്പെട്ട് പ്രയാസപ്പെടുമ്പോൾ അവന് ആത്മവിശ്വാസം നൽകുന്നത് അള്ളാഹു അക്ബറാണ്. അവൻ പ്രശ്നങ്ങളിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ആത്മഹത്യക്ക് അവൻ ശ്രമിക്കില്ല. കാരണം അവൻ്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്നാണ്. അപ്പോൾ ഇത് അള്ളാഹു അക്ബർ എന്നുള്ള ഈ സന്ദേശം ഈദിൻ്റെ വലിയ ഒരു സന്ദേശമാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ അള്ളാഹു ആണ് എന്നാണ്. അതോടൊപ്പം ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ കാര്യം നോമ്പിൻ്റെ ചൈതന്യം നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ അടുക്കും ചുട്ടയും ഉണ്ടാക്കാൻ നോമ്പ് നമ്മെ പഠിപ്പിച്ചിരുന്നു. ഭക്ഷണ ക്രമീകരണം, അതേമാതിരി ജമാഅത്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കൽ, ഖിയാമുൽ ലൈൽ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക, അല്ലേ? മനസ്സിനെ ശുദ്ധീകരിക്കുക, ഖുർആനുമായി അടുക്കുക, ഇങ്ങനെ ഒരുപാട് നല്ല സ്വഭാവങ്ങൾ റമദാൻ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മുടെ ശീലങ്ങളുടെ ഒരുപാട് ദുശ്ശീലങ്ങളുടെ അടിമയായിരുന്നു നമ്മൾ. ആ ദുശ്ശീലങ്ങളെല്ലാം റമദാനിൽ നമ്മൾ ഒഴിവാക്കി നല്ല ശീലങ്ങളിലേക്കും നല്ല സ്വഭാവങ്ങളിലേക്കും നമ്മൾ തിരിച്ചു വന്നു. പാവങ്ങളെ നമ്മൾ സഹായിച്ച് നമ്മൾ കഴിയുന്ന വിധത്തിൽ ഇനി റമദാൻ കഴിയുന്നതോടുകൂടി അതെല്ലാം തന്നെ ഒഴിവാക്കി നമ്മൾ പഴയ ശീലങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പാടില്ല. അത് വലിയ
തെറ്റാണ് എന്ന് ഖുർആൻ പറഞ്ഞു. അത്തരം ആളുകളെ ഖുർആൻ ഉപമിച്ചത് ഒരു ഭ്രാന്തിയായ പെണ്ണിനോടാണ്. അവൾ നൂൽക്കുന്നുണ്ട്, നൂറ്റിട്ട് അത് വലിയ കയറായി ഉറപ്പുള്ള കയറാക്കിയതിന് ശേഷം പിന്നെ അവരുടെ പണി ആ ഉറപ്പുള്ള കയറ് വീണ്ടും നൂലാക്കി മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ നിറാണത്ത് ഭ്രാന്തൻ്റെ കഥ പറയാറുണ്ട്. ഉച്ചയാവോളം കല്ല് വളരെ പ്രയാസപ്പെട്ട് മലൻ്റെ മുകളിൽ എത്തിച്ച് ഉച്ചയ്ക്ക് ശേഷം അത് താഴോട്ട് ഉരുട്ടി ആ വീഴുമ്പോഴുള്ള ശബ്ദം കേട്ട് പൊട്ടിച്ചിരിക്കുന്ന ഭ്രാന്തന്മാർ അല്ലേ? ഈ രൂപത്തിൽ വിശ്വാസികൾ ആവാൻ പാടില്ല. റമദാനിൽ വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഈമാനിക ആവേശം റമദാൻ കഴിയുന്നതോടുകൂടി വലിച്ചെറിയുന്ന ഒഴിവായി പോകുന്ന അവസ്ഥ നമ്മൾക്കുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ മൊബൈലിൽ അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കാം. അലാറം അങ്ങനെ തന്നെ അവിടെ കിടക്കട്ടെ. നമുക്ക് തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കാൻ അത് ഉപയോഗപ്പെടുത്താം. സുബഹി നേരത്ത് നമ്മുടെ റൂമുകളിൽ ഒക്കെ ലൈറ്റ് തെളിഞ്ഞിരുന്നു. ലൈറ്റ് തെളിയട്ടെ. അങ്ങനെ നമ്മുടെ രാവുകൾ വീണ്ടും സജീവമാട്ടെ. അള്ളാഹുവിന് പ്രാർത്ഥിക്കുന്ന, ദുആ ചെയ്യുന്ന, നമസ്കരിക്കുന്ന ഭവനങ്ങളായി നമ്മുടെ വീടുകൾ മാറണം. അതേമാതിരി തന്നെ ഖിയാമുൽ ലൈൽ കൈൻ്റെ പരമാവധി നമ്മൾ നമസ്കരിക്കണം. പാവങ്ങളെ കാണുമ്പോൾ അലിയുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവണം അല്ലേ? അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ പ്രാവർത്തികമാക്കാത്ത ചില സുന്നത്തുകൾ നമ്മൾ നമസ്കരിക്കണം. അങ്ങനത്തെ സുന്നത്തുകൾ ഏതെങ്കിലും നമ്മൾ ചെയ്യാത്തതുണ്ടെങ്കിൽ ആ നമസ്കാരം, വിത്തർ നമസ്കാരം, അത് തഹജ്ജുദ് നമസ്കാരം, അതേമാതിരി ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പുള്ള സുന്നത്തുകൾ, ഇതെല്ലാം നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതുപോലെ തന്നെ നമ്മുടെ അമലുകളെല്ലാം തന്നെ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുവാൻ വേണ്ടി പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കഅബാലയം നിർമ്മിച്ചതിന് ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന സൂറത്ത് ബഖറയിൽ പറയുന്നുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചവനെ, ഈ പ്രവർത്തനം ഞങ്ങളിൽ നിന്ന് സൽക്കർമ്മമായി സ്വീകരിക്കണം എന്നാണ് ആ പറഞ്ഞത്. ഇപ്പം നമ്മൾ ചെയ്ത നോമ്പ്, റമദാനിൽ ചെയ്ത നോമ്പ്, സകാത്ത്, ദാനധർമ്മങ്ങളെല്ലാം തന്നെ അള്ളാഹു സാലിഹായ അമലായി സ്വീകരിക്കുവാൻ, ന്യൂനതകളെല്ലാം പുറത്തു കൊടുത്ത് സ്വീകരിക്കുവാൻ അള്ളാഹുവിനോട് നമ്മൾ പ്രത്യേകമായി ദുആ ചെയ്യണം. അതുപോലെ തന്നെ ഇത്തരുണത്തിൽ നമുക്ക് ഓർക്കുവാനുള്ളത്, നമ്മളെപ്പോലെ ഈദ് ആഘോഷിക്കാൻ കഴിയാത്ത ഡൽഹിയിലും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലും ടെൻറ്റുകളിൽ കഴിയേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ? മുസ്ലിം സമൂഹം ഇന്ന് ഇന്ത്യയിൽ തന്നെ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും പീഡിപ്പിക്കപ്പെടുകയാണ്. ലോകാടിസ്ഥാനത്തിലും പീഡനം ഏറ്റുകൊണ്ടിരിക്കുകയാണ്. അത്തരം ആളുകൾക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. രോഗികളുണ്ട്, പ്രായാധിക്യം മൂലം ശയ്യാവലംബികളായ ആളുകളുണ്ട് അല്ലേ? ബന്ധുക്കളുണ്ടായിട്ടും വൃദ്ധസദനങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്ന ആളുകളുണ്ട്. അവരൊക്കെ നമ്മൾ ഈ പെരുന്നാൾ ദിനത്തിൽ സന്ദർശിക്കാൻ പറ്റിയ അവസരമാണ്. അവർക്കും ഒരാഘോഷത്തിൻ്റെ അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ലോകത്ത് ഈദ് ആഘോഷിക്കാൻ കഴിയാത്ത ആളുകളുടെ വേദനകളിലും വ്യഥകളിലും വിഷമങ്ങളിലും നമ്മളും പങ്കെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും നമ്മളാൽ കഴിയുന്ന സഹകരണങ്ങൾ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ വളരെ സന്തോഷത്തിൻ്റെ, മാനവികതയുടെ, പരസ്പര ബന്ധം ചേർക്കുന്നതിൻ്റെ അങ്ങനെയുള്ള സന്ദേശങ്ങളാണ് ഈ ഈദ് നമുക്ക് നൽകുന്നത്. ഈദിൽ നമുക്ക് അനുവദനീയമായ ചില വിനോദങ്ങളെല്ലാം ആവാം. എല്ലാ വിനോദവും നിരോധിച്ച് മനസ്സിനെ മരുഭൂമിയാക്കാൻ ഇസ്ലാം ആവശ്യപ്പെടുന്നില്ല. മറിച്ച് സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാത്ത കായിക വിനോദങ്ങളും ഗാനാലാപനങ്ങളും ഒക്കെ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. അതെല്ലാം അനുവദനീയമാണ്. പക്ഷേ അതിൻ്റെ പേര് പറഞ്ഞ് അനിയന്ത്രിതമായ ആഘോഷങ്ങളും മദ്യവും മയക്കുമരുന്നിലൊന്നും ആഘോഷങ്ങൾ വഴുതി മാറാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഇസ്ലാം എങ്ങനെ നിഷ്കർഷിക്കുന്ന രൂപത്തിൽ ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തുവാനും അതേമാതിരി ഇസ്ലാം ആഘോഷങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന സന്ദേശങ്ങൾ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം ആളിലേക്ക് എത്തിക്കുവാനും നമുക്ക് സാധിക്കണം. റബ്ബ് തആല ആ രൂപത്തിൽ ഈദ് ആഘോഷിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമദാൻ മാസത്തിൽ നമ്മൾ പ്രവർത്തിച്ച എല്ലാ അമലുകളും എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. റബ്ബ് തആല അവർക്കെല്ലാം തന്നെ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, അതേമാതിരി നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഗുരുക്കന്മാർ തുടങ്ങിയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെയും നമ്മയും ഒക്കെ അള്ളാഹു നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا تقبل منا صلاتنا وصيامنا وقيامنا وسائر أعمالنا يا رب العالمين. ربنا اللهم ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. السلام عليكم ورحمة الله وبركاته.